ഗുഡ് മോർണിംഗ്. ഹായ്, ഇത് എൻ്റെ പുറകുവശത്തുള്ള വാതിലാണ്. ഈ വാതിൽ വന്ന് ഇതിലൂടെ തുറന്നാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഇടാൻ പോണത്. വേസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ 2 ബക്കറ്റ് വയ്ക്കുക. ഒരു ചെറിയ ബക്കറ്റിൽ ഒരു കവറിട്ട് വയ്ക്കുക, ഒരു വലിയ ബക്കറ്റിൽ ഇങ്ങനെ കവറിട്ട് വയ്ക്കുക. അത് എന്താണെന്ന് വെച്ചാൽ, വലിയ ബക്കറ്റിൽ വന്ന് പേപ്പറ്, കവറ്, പ്ലാസ്റ്റിക് ഐറ്റം, നമുക്ക് ആവശ്യമില്ലാത്ത ഡെയിലി ഉള്ള ഡിസ്പോസ് ചെയ്യുന്ന ഐറ്റമൊക്കെ ആ വലിയ ബക്കറ്റ് കവറിലിട്ട് വയ്ക്കുക. ഈ ആഹാരത്തിൻ്റെ വേസ്റ്റൊക്കെ ഒരു ചെറിയ ബക്കറ്റിലിട്ട് വയ്ക്കുക. കാരണം കുപ്പ എടുക്കാൻ വരുന്നവരും ചവറെടുക്കാൻ വരുന്നവരും അവരും മനുഷ്യരല്ലേ. അപ്പോൾ അവർക്ക് വന്ന് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ കൊടുക്കുമ്പം അത് അവർ വേർതിരിച്ചെടുക്കാൻ ഭയങ്കര കഷ്ടമാണ്. ഞങ്ങളെ കന്യാകുമാരിയിലൊക്കെ ഇത് വന്ന് സെപ്പറേറ്റായിട്ട് തന്നെ കൊടുക്കണം. പക്ഷേ എല്ലാവരും എങ്ങനെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞില്ല. പക്ഷേ എനിക്ക് കുറച്ച് മനസ്സാക്ഷിയുണ്ട്. അവരും മനുഷ്യരായതുകൊണ്ട് നമ്മൾ അവരെ വളരെയധികം കഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം നമ്മൾ എന്തൊക്കെയാണ് വേസ്റ്റൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വീട്ടിൽ പാലൊക്കെ വന്നു, ഒരു കാപ്പി ഇട്ട് കുടിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഉച്ചയ്ക്കുള്ള ലഞ്ചും രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡി ചെയ്യണം. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് ഇന്ന് എൻ്റെ പരിപാടി വന്ന് പാവയ്ക്ക ഫ്രൈ, ക്യാബേജ് തോരൻ, ഒരു മുട്ട പെപ്പർ റോസ്റ്റ്, സാമ്പാർ, തൈര്, പപ്പടം. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. ഇതിൻ്റെ ഇടയിൽ പ്ലാൻ മാറുന്നതൊന്നും അറിഞ്ഞുകൂടാ. പ്ലാൻ മാറ്റില്ലെന്നാണ് തോന്നുന്നത്. കാരണം വീട്ടിൽ മീനൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു പരിപാടി ഇന്നത്തെ ലഞ്ച് ശരിയാക്കേണ്ടത് തന്നെ. എന്തൊക്കെ ആയാലും ഉച്ചയ്ക്ക് ഒരു നല്ല ലഞ്ച് ഉണ്ടെങ്കിലല്ലേ അന്നത്തെ ഒരു ദിവസം ഫുൾഫിൽ ആവാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാപ്പി കുടിച്ചാൽ ജീവൻ തിരിച്ച് കിട്ടിയതുപോലെ ഇരിക്കും. ഒരു 10 പേരുടെ ശക്തിയാണ് ഒരു കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. രാവിലെ പുട്ട്, പയർ, പപ്പടമാണ്. അതിന് പയർ ഞാൻ ഇന്ന് അവിക്കാനിടുകയാണ്. നിങ്ങൾക്കൊക്കെ പുട്ട്, പയർ, പപ്പടമൊക്കെ ഇഷ്ടമാണോ? കേരളമാകുമ്പം പുട്ട്, പയർ, പപ്പടമൊക്കെ ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ എന്നാലും ഒരാഴ്ചയ്ക്കൊരിക്കൽ എനിക്ക് ബോറടിക്കും. ഒരു 6 ദിവസം അവർക്ക് വേണ്ടി ദോശയൊക്കെ ചെയ്യുന്ന എനിക്ക് ഒരു ദിവസം എൻ്റെ ടേസ്റ്റിന് വേണ്ടി ഞാൻ പുട്ട്, പയർ, പപ്പടം വയ്ക്കും. എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ക്യാബേജൊക്കെ ഇങ്ങനെയാണ് ഈസി ആയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഇത് പാവയ്ക്ക റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനുശേഷം അതിനകത്തുള്ള സീഡൊക്കെ എടുത്ത് മാറ്റണം. മാറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല പേസ്റ്റ് ഞാൻ അരച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആ പേസ്റ്റ് എടുത്ത് കുറച്ചിട്ട് നന്നായിട്ട് അത് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം അതെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്താൽ ഈ കയ്പ്പൊന്നും നമുക്ക് കയ്പ്പൊന്നും അത്ര കാണില്ല. പിന്നെ പാവയ്ക്ക ഒരുപാട് കഴിക്കരുത്. കിഡ്നിയിൽ സ്റ്റോൺ ഉള്ളവരൊക്കെ അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഷുഗർ കംപ്ലൈൻ്റ് ഉള്ളവർക്ക് കൊള്ളാം. പക്ഷേ ഏതൊരു സാധനവും അളവുക്ക് മീറിയാൽ അമൃതവും വിഷം എന്ന് പറയും. അതുകൊണ്ട് അളവോടെ കഴിക്കുക. പിന്നെ മുട്ട പുഴുങ്ങാനിടുകയാണ്. ഈ മുട്ടയെ പുഴുങ്ങി പുട്ടും എല്ലാം അവിക്ക് ശരിയാകുമ്പം എല്ലാം ക്ലിയർ ആവും. എന്തൊരു ചൂടാണെന്നറിയാമോ? അയ്യോ, വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യാനും പറ്റുന്നില്ല. എൻ്റെ ഈ കിച്ചണിലാണെങ്കിൽ എയർ ഫാനും ഇല്ല. അതുകൊണ്ട് വല്ലാത്തൊരു ചൂടാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, മഴയും വെയിലും എല്ലാം ഈ പ്രപഞ്ചം നമുക്ക് അനുഭവിക്കാൻ തന്നിരിക്കുന്നില്ല. പ്രപഞ്ചം ഏതെങ്കിലും ഒരു കാരണമില്ലാതെ ഇതൊന്നും ചെയ്യില്ലല്ലോ. അപ്പം പിന്നെ എന്തൊക്കെയാണ് പിന്നെ ഇങ്ങനെ അടുത്തത് കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മുറ്റമൊക്കെ അടിച്ച് തൂത്ത് എൻ്റെ ജോലി ഫുൾഫില്ലാവും. എൻ്റെ മനസ്സിന് അത്രയ്ക്കൊരു സമാധാനമായിരിക്കും. ഈ ജോലികളെല്ലാം ഞാൻ ഡെയിലി ചെയ്യുന്ന ജോലികളാണ്. ഇതിലൊരു ജോലി പോലും ഞാൻ ഡെയിലി ചെയ്യാതിരിക്കത്തില്ല. ഇതെൻ്റെ ഡെയിലി റുട്ടീൻ ജോലിയാണ്. അതെനിക്ക് ഈസിയാണ്. എനിക്ക് ജോലി ചെയ്യുന്നത് ഇഷ്ടവുമാണ്. നമ്മുടെ വീട്ടിലെ ജോലി നമ്മൾ തന്നെ ചെയ്യണം. എൻ്റെ അടുത്ത് ചോദിക്കില്ല, നിങ്ങൾ ബ്യൂട്ടീഷ്യനല്ലേ, പിന്നെ എങ്ങനെ കിടന്ന് പണിയെടുക്കുന്നതൊക്കെ വീഡിയോ ഇടുന്നത്? അതിനെന്താ, ബ്യൂട്ടീഷ്യൻ ജോലി ചെയ്തൂടെ? ആരാ